السلام عليكم. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. സൂറത്തുൽ മുജാദിലയിലെ 9-10 വചനങ്ങളാണ് നമ്മൾ പുതിയ പാഠമായി എടുത്തിട്ടുള്ളത്. ആദ്യമായി പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തനാജൈതും, ഈ രണ്ട് ദീർഘങ്ങൾ യാ അയ്യുഹ ആമനൂ ഇദാ തനാജൈതും, ഇവ രണ്ടും മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇദാ തനാജൈതും ഫലാ തതനാജൗ, സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വത്തഖ്വ എന്ന പദത്തിലെ ഖാഫ് അതിൻ്റെ സുക്കൂൻ ഖൽഖലത്ത് നൽകി വ്യക്തമാക്കി ഹറക്കത്ത് പോലെ ഉച്ചരിക്കണം. വത്തഖുല്ലാഹല്ലദീ, ഈ ദീർഘവും മുൻഫസിലായ ദീർഘമാണ്. നേരത്തെ പറഞ്ഞ ജായിസായ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഈ വചനത്തിൽ ശ്രദ്ധിക്കേണ്ട തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫുകളാണ്. മഅസിയത്ത് എന്ന പദത്തിലെ സ്വാദിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമേ ഉണ്ടാവുള്ളൂ. അർ റസൂൽ, ഈ പദത്തിൽ റാ, വത്തഖ്വ ഖാഫ്, വത്തഖുല്ലാഹ ഖാഫ്, അതുപോലെ അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാം, തുഹ്ശറൂൻ റാ, ഇത്രയും അക്ഷരങ്ങൾക്ക് തഫ്ഖീം കൊടുക്കണം. പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ബാക്കിയുള്ളവയൊന്നും തഫ്ഖീം ചെയ്യാൻ പാടില്ല. തർക്കീഖ് ചെയ്തുകൊണ്ട് നേരിയ ശബ്ദത്തിൽ പറയുക. ഇന്നമൻ നജ്വ, 2 ശബ്ദ നൽകപ്പെട്ട നൂനും മണിക്കണം. നജ്വ, ജീമൻ്റെ സുക്കൂൻ ഖൽഖലത്തോടുകൂടി വ്യക്തമാക്കുക ഹറക്കത്ത് പോലെ. വലൈസ ബിദാരിഹിം, ദീർഘം മദ് ലാസിം കലിമി മുസഖൽ എന്ന ദീർഘമാണ്. ദീർഘിപ്പിക്കൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ബിദാരിഹിം എന്ന പദത്തിലെ സാക്കിന മീമിനെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ഷഫവി മണിക്കാതെ ഉച്ചരിക്കണം. അതുപോലെ ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, തൻവീനിനെ ഇൽഹാർ ഹൽഖി വെളിവാക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. ഈ വചനത്തിലെ തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകൾ പെരുപ്പിച്ചുച്ചരിക്കേണ്ടത് അശ്ശൈത്വാൻ എന്ന പദത്തിലെ ത്വാഉം അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും, ബിദ്ദാരിഹിം ദ്വാദും അതിൻ്റെ അലിഫും, ദീർഘിപ്പിക്കുന്ന അലിഫ്, അത് രണ്ടിനും തഫ്ഖീം കൊടുക്കണം. വഅലല്ലാഹി എന്ന പദത്തിലെ അല്ലാഹ് ഇസ്മുൽ ജലാല അതിലെ ലാം, ഇതിനെയും തഫ്ഖീം ചെയ്യണം. പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെയും തർക്കീഖ് നൽകി പാരായണം ചെയ്യുക. إنما
إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم. هذه مدرودام. يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر واتقوا الله الذي إليه تحشرون. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. السلام عليكم.